ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റനായ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിരുന്നാൽ 5 ഹെൽത്തി ഹാബിറ്റ്സ് ദാറ്റ് എവറി ടീച്ചർ ഷുഡ് ഫോളോ. നമ്മളൊരു ടീച്ചിങ് ജോബിന് കയറി കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും സമയം കിട്ടാതെയും ഒക്കെ വരുന്ന ഒരു ഫീൽഡാണ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. എല്ലാ ജോബും അങ്ങനെ തന്നെ ആയിരിക്കാം, പക്ഷേ എനിക്ക് അറിയാവുന്നതും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതും ടീച്ചിങ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ്. അതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ടീച്ചിങ്ങിൻ്റെ ഈ ജോലി കഴിഞ്ഞിട്ട് നമുക്ക് സെൽഫ് കെയർ തുടങ്ങാം എന്ന് വിചാരിച്ചിരുന്നിരുന്നാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ ടീച്ചിങ് ജോബ് നടത്തുന്നതിനോടൊപ്പം വാട്ട് ഓൾ തിങ്സ് ദാറ്റ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ്. അപ്പോൾ 5 ഹെൽത്തി ഹാബിറ്റ്സ് ദാറ്റ് എവറി ടീച്ചർ ഷുഡ് ഫോളോ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ആൻഡ് പുതിയതായിട്ട് വരുന്ന ടീച്ചേഴ്സിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ കുറച്ച് മെൻ്റൽ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ആൻഡ് ദോസ് ആർ വാച്ചിങ് മൈ ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം, വി ആർ ഡൂയിങ് ടീച്ചിങ് റിലേറ്റഡ് വീഡിയോസ് ഇൻ ദിസ് ചാനൽ. ആൻഡ് ഇഫ് യു ഫീൽ ദിസ് വീഡിയോസ് ആർ വെരി യൂസ്ഫുൾ, please subscribe and support my channel. Okay, so once again, welcome back to Journey with Ranaya. So the first point I would like to suggest is prioritize self-care. നമ്മളെ ടീച്ചേഴ്സ് നമ്മൾ ശ്രദ്ധിക്കാറില്ല, ഡെയിലി കുറേ നേരമാണ് നിൽക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മളൊരു CBSE സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എത്രയാണെന്ന് അറിയാമല്ലോ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എത്ര സമയമാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത്. ഒരു എക്സാം ഡ്യൂട്ടി വന്നിരുന്നാൽ പോലും നമുക്ക് ഇരിക്കാനുള്ള പെർമിഷൻ കിട്ടാറില്ല. ത്രൂ ഔട്ട് ഇരിക്കാനും പറ്റില്ല. എന്നാൽ നമ്മൾ കണ്ടിന്യൂസ് നിൽക്കുക മാത്രമല്ല, നമ്മളിങ്ങനെ എപ്പോഴും സൂപ്പർവിഷൻ ആണല്ലോ, നടന്നു കിടന്നാണ് നിൽക്കാറുള്ളതും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ചില സമയത്ത് നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. സോ എസ്പെഷ്യലി ഓൺ ദോസ് ടൈംസ് വി നീഡ് ടു പ്രയോറിറ്റൈസ് അവർ സെൽഫ് കെയർ ഓൾസോ. വി നീഡ് ടു ഇമ്പോർട്ടൻസ് ടു അവർ സെൽഫ് ഓൾസോ. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം നമ്മൾ ബ്രേക്ക് എടുക്കുക, കുറച്ച് ടൈം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഫുഡ് നമ്മൾക്ക് തന്നെ കൊടുക്കുക. ഒരു ബ്രേക്ക് അന്നത്തെ ദിവസം ഇപ്പം ഭയങ്കര ഹെവി ആയിട്ടുള്ള ദിവസങ്ങളിൽ എല്ലാം കൂടി അന്ന് തന്നെ ചെയ്ത് തീർക്കാം എന്ന് വിചാരിക്കാതെ ഇരിക്കുക. കാരണം അത് നമ്മളെ തന്നെ വളരെ സ്ട്രെസ്ഫുൾ ആക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇനി നടക്കില്ല എന്നുള്ളതെന്ന്. പക്ഷെ അങ്ങനെയല്ല, അതൊക്കെ അതിൻ്റെ വഴിയെ നടന്നോളും. പക്ഷെ നമ്മൾ നമ്മുടെ ബോഡിക്ക് വേണ്ട പ്രോപ്പർ റെസ്റ്റ് ആ ടൈമിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ എക്സാം ഡേയ്സൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഒന്നും കൂടി ഇൻസിസ്റ്റ് ചെയ്ത് പറയുന്നത് ഇവിടെ. എക്സാം ഡ്യൂട്ടീസൊക്കെ വരുന്ന സമയത്ത് ബാക്കിയുള്ള ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ കുറച്ച് ടൈറ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ പ്ലീസ് ഗീവ് പ്രയോറിറ്റി ടു യുവർ സെൽഫ്. എക്സാം ഡ്യൂട്ടി ചെയ്യേണ്ട എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാം ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണെങ്കിലും ട്രൈ ടു ഗീവ് ഇമ്പോർട്ടൻസ് ടു യുവർ സെൽഫ്. കുറച്ച് എന്തെങ്കിലും നല്ല ഫുഡൊക്കെ കൊടുക്കുക, കുറച്ച് സമയം ഫ്രീ ആയിട്ടിരിക്കുക, കുറച്ച് സമയം ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് സംസാരിക്കുക. ഒരു 5 മിനിറ്റ് സംസാരിച്ചു എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, പ്രയോറിറ്റൈസ് യുവർ സെൽഫ്. ഓക്കെ, അപ്പോൾ ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റേ ഫിസിക്കലി ആക്റ്റീവ് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇതിപ്പോൾ ടീച്ചേഴ്സ് മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും യു ഷുഡ് ബി ഫിസിക്കലി ആക്റ്റീവ്. പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് കൊടുക്കുക, യോഗ കൊടുക്കുക, ഇതൊക്കെ ബോഡി മൂവ്മെൻറ്റ്സ് കൊടുക്കുക. ദറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു അവോയ്ഡ് എ സ്ട്രെസ്ഫുൾ മൈൻഡ്. അതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും തന്നെയാണ് കേട്ടോ. ഞാൻ UAE പഠിപ്പിക്കുന്ന സമയത്തും സ്റ്റിൽ അങ്ങനെ തന്നെയാണ്. എനിക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും ഞാൻ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാറുണ്ട്. UAE നിൽക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഞാനൊരു 45 അല്ലെങ്കിൽ ഒരു 1 hour നടക്കാറുണ്ട്. 45 minutes എന്തായിരുന്നാലും ഞാൻ നടക്കാൻ പോകാറുണ്ടായിരുന്നു. യോഗ എനിക്ക് അവിടെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ എല്ലാ ദിവസവും നടക്കാൻ പോകുമായിരുന്നു. ഇപ്പം നാട്ടിൽ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഫിസിക്കൽ മൂവ്മെൻറ്റ് സ്റ്റിൽ ഞാൻ കൊടുക്കാറുണ്ട് ടു റീജുവനേറ്റ് മൈസെൽഫ്. കാരണം നമുക്ക് പല തോട്ട്സും പല സ്ട്രെസ്സും ഒക്കെ നമ്മുടെ മൈൻഡിൽ വരാറുണ്ട്. പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് കൂട്ടുമല്ലോ. അപ്പം ഇതിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആവാനായിട്ട് പ്രോപ്പറായിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സ് സ്ട്രെസ് റിലീഫിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ ടീച്ചേഴ്സിന് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടതാണ്, എസ്പെഷ്യലി ഫോർ ടീച്ചേഴ്സ്, ബിക്കോസ് വി ആർ ഹാൻഡ്ലിങ് വിത്ത് ദ ഫ്യൂച്ചർ ഓഫ് യങ്ങർ ജനറേഷൻസ്. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ എടുത്തു പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്കും ആവശ്യമാണ്. അതേപോലെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കുട്ടികളെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുവരാനും ആ ഒരു പ്രോപ്പർ മൂവ്മെൻറ്റ്, ബോഡി എക്സസൈസ്, സ്ട്രെസ് റിലീഫ് ആവാനും ഒക്കെ അത് ആവശ്യമാണ്. സോ പ്രോപ്പറായിട്ടുള്ള ബോഡി മൂവ്മെൻറ്റും എക്സസൈസും ഒക്കെ കൊടുക്കുക. ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ടു ബി പോസിറ്റീവ് ആൻഡ് ടു ബി എനർജറ്റിക്. ഓക്കെ,
ഇനി അടുത്തൊരു പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളതാണ് ഈറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ് ഓർ ഈറ്റ് പ്രോപ്പർ ഫുഡ് എന്നുള്ളതാണ്. നമ്മൾ ടീച്ചേഴ്സ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഞാനും ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഇടയ്ക്കൊക്കെ ഫുഡ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലഞ്ച് ആയിരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ഒരു ടെൻഡൻസി നമുക്കുണ്ട്. കാരണം നമ്മളെല്ലാം വർക്കിൽ പ്രഷറൈസ്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. പക്ഷേ അത് ഒരിക്കലും നമ്മൾ ചെയ്യുന്ന വളരെ നമ്മളോട് ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് നമ്മുടെ ബോഡിക്ക് ഫുഡ് കൊടുക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈറ്റ് പ്രോപ്പർ ഫുഡ് ഓൺ പ്രോപ്പർ ടൈം. നമുക്ക് നമ്മളോട് സ്കൂളിലുള്ളവരാരും പറഞ്ഞിട്ടില്ല നീ ഭക്ഷണം കഴിക്കാതിരുന്ന ജോലി ചെയ്യണം എന്നുള്ളത്. പക്ഷെ നമ്മുടെ ആ ഒരു സ്ട്രെസ്സ് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതാണ്, അയ്യോ ഇത് ഭക്ഷണം കഴിക്കാൻ നിന്നാൽ അത്രയും സമയം പോവും. ആർക്ക് പോവും? നമുക്ക് പോവും, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ആർക്കും ഒന്നും പോവാനില്ല. നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നിരുന്നാൽ നമുക്കും പോയി വീട്ടുകാർക്കും പോയി, വേറെ ആർക്കും ഒന്നും പോകാനില്ല. നമ്മൾ പോയി കഴിഞ്ഞിരുന്നാലും നമ്മൾ തട്ടിപ്പോയി കഴിഞ്ഞിരുന്നാലും ഒരു പ്രശ്നവുമില്ല, അടുത്ത വേറെ ആരെങ്കിലും എടുക്കും. ദിസ് ഈസ് വാട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിരിക്കുകയും ചെയ്യരുത്. ഈറ്റ് പ്രോപ്പർ ഫുഡ്, ന്യൂട്രീഷ്യസ് ഫുഡോ എന്താണെങ്കിലും. ഇപ്പം വലിയ ഡെലീഷ്യസ് ആയിട്ട് കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ സ്റ്റൊമക്ക് എംറ്റി ആക്കാതെ ഇരിക്കുക. ഓക്കെ, ഒത്തിരി ഫുള്ള് വേണ്ട, ഒരു ഹാഫ് എംറ്റി ഹാഫ് ഫുൾ, ആ ഒരു രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുക. പ്രോപ്പറായിട്ടുള്ള ഫുഡ് ചെല്ലാതെ ഇരിക്കുമ്പോഴും നമ്മുടെ മൈൻഡ് വളരെ റെസ്റ്റ്ലെസ് ആവും, സ്ട്രെസ്ഡ് ആവും, നമ്മൾ ആകെ നെഗറ്റീവ് ആവും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ആകെ കൊഞ്ഞാട്ടയായി പോവും. ഓക്കെ, സോ ബി പോസിറ്റീവ് ആൻഡ് ഈറ്റ് പ്രോപ്പർ ഫുഡ്, എസ്പെഷ്യലി ന്യൂട്രീഷ്യസ് ഫുഡ് ഓൺ പ്രോപ്പർ ടൈം. ഓക്കെ, ഇനി അടുത്ത ഒരു പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് എ ഗുഡ് പ്രെയർ ആൻഡ് ഓൾസോ എൻഡ് യുവർ ഡേ വിത്ത് എ ഗുഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ നല്ല ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്, നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ദിവസം നമുക്ക് സക്സസ്ഫുള്ളായി കൊണ്ടുപോകാൻ പറ്റുന്നതും നന്നായിട്ട് അതൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുന്നതും. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കാര്യങ്ങളിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ തന്നെ ഇന്ന് കുളമാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കുളമായിട്ട് തന്നെ പോകും. അത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ അപ്പം അത് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് വിത്ത് എ ഗുഡ് പ്രെയർ. ഒരു രാവിലെ എണീറ്റിട്ട് ഒന്ന് ദൈവത്തെ വിളിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. ഇന്നത്തെ ദിവസം എണീക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ടയേർഡായിരിക്കും, എങ്കിൽ കൂടിയും നമ്മൾ ഇന്നത്തെ ദിവസം ഒന്ന് നല്ലതായിരിക്കണേ എന്ന് വെച്ചിട്ട് പറഞ്ഞിട്ട് പോകുമ്പോൾ ഒന്ന് നന്നായിരിക്കും. ആൻഡ് എൻഡ് യുവർ ഡേ വിത്ത് എ ഗ്രാറ്റിറ്റ്യൂഡ് ഓൾസോ. നല്ലൊരു ദിവസം തന്നതിനും ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് കിടക്കുന്നത് വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഐ ഗോട്ട് ഗുഡ് റിസൾട്ട് ഓൾസോ. ഓക്കെ, ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് മെയിൻറ്റെയിൻ യുവർ വർക്ക് ആൻഡ് ലൈഫ് ഇൻ ബാലൻസ്. പലരും ഫെയിലായി പോകുന്നൊരു കാര്യമാണ് ഇവിടെ എന്ന് പറയുന്നത്. വർക്കും നമ്മുടെ പേഴ്സണൽ ലൈഫും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഉള്ള ഒരു പ്രയാസം. ഇത് എസ്പെഷ്യലി ബിഗിനേഴ്സാണ് ഇത് കൂടുതലും ഫേസ് ചെയ്യുന്നത്. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഓക്കെ, ആദ്യ സമയത്തൊക്കെ ഞാൻ ഇപ്പോൾ UAE ചെന്ന സമയത്ത് എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ട് എനിക്കൊന്നും ചിന്തിക്കാനോ ആരോട് സംസാരിക്കാനോ ഒന്നിനും ഉള്ള ഒരു ടൈം കിട്ടാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ കാരണം ഐ എം ഓൾവേസ് കോൺസെൻട്രേറ്റിംഗ് ഓൺ മൈ വർക്ക്. അതെങ്ങനെയെങ്കിലും എനിക്ക് ടൈമിൽ സബ്മിറ്റ് ചെയ്യണം. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ തലയിൽ കുന്നുകൂടി വന്നുകൊണ്ടേയിരിക്കും. ഇതൊരു റിയാലിറ്റിയാണ്. ഓക്കെ, ഇതൊരു റിയാലിറ്റിയാണ്. നമ്മൾ എത്ര ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലുള്ളവരോട് സംസാരിക്കാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മൊമെൻറ്റ് കിട്ടത്തേയില്ല. ഓക്കെ, അത് ബാലൻസ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം. കുറച്ച് സമയം നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് ഓഫ് കോഴ്സ് വി ഹാവ് ടു സ്പെൻഡ് സം ടൈം, വി ഷുഡ് ബി ഡെഡിക്കേറ്റഡ്. പക്ഷേ അത് നമ്മൾ ഫാമിലിയെ തള്ളിക്കളഞ്ഞിട്ടാവരുത്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ സെൽഫിനെയോ പേഴ്സണൽ ലൈഫിനെയോ തള്ളിക്കളഞ്ഞിട്ടാവരുത് വർക്കിനോടുള്ള ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വർക്കിനോടുള്ള ഡെഡിക്കേഷൻ ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതോടൊപ്പം വി ഷുഡ് ബി ഏബിൾ ടു ബാലൻസ് അവർ ഫാമിലി ഓൾസോ. ഓക്കെ, അപ്പോൾ വർക്ക് എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ചോദിച്ചിരുന്നാൽ ഇത്ര സമയം കൊണ്ട് ഇത്ര ടൈം വരെ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, മൺഡേ ടു ഫ്രൈഡേ ഓഫ് കോഴ്സ് ഐ ഗീവ് ഇമ്പോർട്ടൻസ് ടു മൈ വർക്ക്. പക്ഷേ എൻ്റെ വീക്കെൻഡ്സിൽ ഞാൻ ലാപ്ടോപ്പ് തുറക്കുന്ന പ്രശ്നമില്ലായിരുന്നു. എന്നെ ഇനി അടിച്ചു കൊല്ലുമോ എന്ന് പറഞ്ഞിരുന്നാലും ഞാൻ തുറക്കുന്ന പ്രശ്നമില്ല. സാറ്റർഡേ ആൻഡ് സൺഡേ ദാറ്റ് ഈസ് ഒൺലി ഫോർ മൈ ഫാമിലി. അങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ വർക്കിംഗ് ഡേയ്സിലാണെന്നുണ്ടെങ്കിലും only up to 7 o'clock ഈവനിങ് 7 o'clock I'll do my school works. കാരണം
അതിനകം വെച്ച് ഞാൻ എന്നോട് തന്നെ പറയും, എനിക്ക് ഇത്രയും ടൈമേ ഉള്ളൂ, അതിനകം വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ സ്കെഡ്യൂൾ ചെയ്ത് എനിക്ക് തീർക്കാൻ പറ്റും അത് തീർത്ത് വെക്കുക. ഓക്കെ, പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അടുത്ത വർക്ക് അടുത്ത ദിവസം ചെയ്യുക. ഇത്ര ടൈം തൊട്ട് ഇത്ര ടൈം വരെ മാത്രമേ ഉള്ളൂ സ്കൂൾ വർക്ക്സ് ചെയ്യാൻ. റെസ്റ്റ് ഓഫ് ദ ടൈം ഐ വിൽ ബി വിത്ത് മൈ ഫാമിലി എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഒന്ന് കളഞ്ഞിട്ടല്ല ഒന്ന് ബാലൻസ് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടും നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. പിന്നെ വീക്കെൻഡ്സ് ഞാൻ മൺഡേ ടു ഫ്രൈഡേ ഡെഡ്ലി എല്ലാ പണിയും ഞാൻ എടുക്കും. അപ് ടു 7 o'clock വരെ ഞാൻ അതിനകത്ത് വെച്ച് തീർത്ത് കൊടുക്കും. പക്ഷേ സാറ്റർഡേ സൺഡേ ടു ബി ഓണസ്റ്റ് എനിക്ക് ഫോൺ പോലും നോക്കാൻ എനിക്കിഷ്ടമില്ലായിരുന്നു, ഞാൻ ചെയ്യാറില്ല. അതിന് മുന്നിട്ട് ഞാൻ എൻ്റെ HOD ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൺഡേ ടു ഫ്രൈഡേ യു ക്യാൻ ഗിവ് എനി വർക്ക് ടു മീ, സാറ്റർഡേ ആൻഡ് സൺഡേ ദാറ്റ് ഇസ് ഫോർ മൈ പേഴ്സണൽ സ്പേസ് എന്ന് പറയാനുള്ള ധൈര്യവും കൂടി വേണം. നമ്മൾ ചെയ്യാനിരുന്ന് കഴിഞ്ഞിരുന്നാൽ അവരത് മുതലെടുക്കുകയുള്ളൂ, ആരാണെങ്കിലും അതങ്ങനെയാണ്. നമ്മൾ ഏതും ശീലിപ്പിക്കുന്നതേ ശീലമാവത്തുള്ളൂ. നമ്മൾ ചെയ്യില്ല, നമുക്ക് ആ ടൈമിൽ ചെയ്യാൻ പറ്റില്ല. സാറ്റർഡേ ആൻഡ് സൺഡേ ദാറ്റ് ഇസ് വീക്കെൻഡാണ് ആൻഡ് ദാറ്റ് ഇസ് ഫോർ അവർ പേഴ്സണൽ സെൽഫ്, അത് പറയാനുള്ള ധൈര്യം വേണം കേട്ടോ. അത് പ്രത്യേകിച്ച് ബിഗിനേഴ്സിനോടാണ്. കുറച്ചൊക്കെ അങ്ങോട്ട് സീനിയർ ആകുമ്പോഴത്തേക്ക് പിന്നെ ഒരു കളിയും നടക്കത്തില്ല, അത് അവർക്കും അറിയാം നമുക്കും അറിയാം. പക്ഷേ ബിഗിനേഴ്സിനെയാണ് മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുതലെടുക്കുക. അപ്പോൾ അത് പറയാനുള്ള ധൈര്യം നമുക്ക് വേണം. എന്ന് വെച്ചിട്ട് നമ്മൾ വഴക്കിട്ടിട്ട് വരിക എന്നുള്ളതല്ല. നമ്മൾ ഓഫ് കോഴ്സ് വിൽ ഡു ഓൾ ദ വർക്ക്സ് ഓൺ ടൈം, ടൈംലി സബ്മിഷൻ, ടൈംലി ഡെഡിക്കേഷൻ, അതെല്ലാം ഉണ്ട്. പക്ഷേ ഇത്ര ടൈം തൊട്ട് ഇത്ര ടൈം വരെ, റെസ്റ്റ് ഓഫ് ദ ടൈം ദാറ്റ് ഇസ് വിത്ത് മൈ ഫാമിലി. അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കരിയർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫാമിലിയും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫാമിലിയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ പേഴ്സണൽ സെൽഫ്, എല്ലാവരും മാരീഡ് ആയിട്ടുള്ളവരാവണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ പേഴ്സണൽ സെൽഫിന് വേണ്ടിയിട്ടുള്ളതാണ് സാറ്റർഡേ ആൻഡ് സൺഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു 5 ഹെൽത്തി ഹാബിറ്റ്സ് ആസ് എ ടീച്ചർ. അപ്പോൾ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസിനും ഞാൻ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളുമാണ് കൂടുതലും എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് കുറച്ചൊക്കെ ഒന്ന് സ്ട്രെസ്സൊക്കെ റിലീഫ് ആവാനും ഒക്കെ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത് ഇഫക്റ്റീവ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അഗൈൻ വി ക്യാൻ മീറ്റ് വിത്ത് യെറ്റ് അനദർ വീഡിയോ. ടിൽ ദെൻ, ബൈ ഫ്രം റനായ.